പുതിയ തലമുറയാണ്. ഈ തലമുറയാണ് ഇവർ എഡ്യൂക്കേഷൻ കൊടുക്കാതെ, പഠിപ്പ് കൊടുക്കാതെ, വിദ്യാഭ്യാസം കൊടുക്കാതെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു കുട്ടി പറയുന്നത് കേൾക്കാം. അതിനുശേഷം ഇന്ത്യയിലെ പല സ്കൂളുകളിലും കുട്ടികൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നൊന്ന് കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബോധ്യമാകും നമ്മളുടെ വോട്ടിംഗ് മെഷീൻ EVM-നൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന്. അത് നമുക്ക് ആ കുട്ടി പറയുന്നത് കേൾക്കാം. मोदी से बात ऐसा कुछ बोला तेरे को काट के भाग दूंगा वहाँ जंगल में तूने कटमुट लाई है जी। ये देख ये बढ़िया रोड कैसे बना दिया मोदी जी ने। देख ना कैसे बना दिया। देख तुम्हारा ഈ കുഞ്ഞു പറഞ്ഞിട്ടുള്ളത് മോദി ഭഗവാനാണ്. അതുമാത്രമല്ല രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തിട്ടുള്ളത്, മോദി അല്ലെങ്കിൽ മോദിജി ഈ റോഡൊക്കെ പണിത് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സംസാരിക്കാൻ പോലും ആവാത്ത, സ്കൂളിൽ പോയി 4 അക്ഷരം പഠിക്കേണ്ട ഇതുപോലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും കണ്ടില്ലേ? പക്ക പൊളിറ്റിക്സ് ആണ് ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിയുടെയൊക്കെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇന്ത്യയിലെ പല സ്കൂളുകളിലും എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ ഭോപ്പാലിലെ ഗാന്ധിനഗർ ബേസ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് എങ്ങനെയാണ് മസാജ് ചെയ്യിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പഠിക്കാം എന്നാണ് സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നത്. കണ്ടു നോക്കാം. മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ആ സ്കൂളിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഛത്തീസ്ഗഡിലെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് അരിയും ഗോതമ്പൊക്കെ ക്ലീൻ ചെയ്യാം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാണാം. അവൻ ചിരിക്കുന്നത് കണ്ടില്ലേ? എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്ന രീതിയിലാണ് അവന്റെ ആ ചിരി. ഇനി നമ്മുടെ ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ അടിച്ച് തളച്ച് കുളിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ നമുക്ക് കാണാം. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് വെച്ച് എങ്ങനെ കുളിക്കണം അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എണ്ണ ഒക്കെ തേച്ച് എന്താണ് ഇതൊക്കെ? നമ്മളുടെ ഭാവി തലമുറയാണ് പഠിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഒന്നും അവസാനിച്ചില്ല. ഇനി എങ്ങനെയാണ് കുട്ടികൾക്ക് ഇന്റർലോക്ക് ഒക്കെ എടുക്കാം, അതെങ്ങനെയാണ് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളും കൂടി ഉണ്ട് കേട്ടോ. बेटी तुम काहे ईंटें ढो रही हो? सर रहने दीजिए, कहा है मत करिए सर। अरे सर नहीं ये हमारा काम आप बैठिए। अरे सर रहने दीजिए, कहा है हटो, तुमसे हट जाओ। क्यों भाई तुम लोग ईंटें काहे ढो रहे हो? अरे सब ईंटें उठा ले जा रहे हैं ना सब। चलो अंदर चलो। क्यों बेटी तुम काहे ईंटें ढो रही हो?
चलो चलो हम्म तुम सब चलो अंदर चलो क्यों मैडम क्यों काम करा रही बच्चों से? ഇതൊക്കെ നടക്കുന്നത് ബ്രേക്ക് ടൈമിലൊന്നുമല്ല, ഇതൊക്കെ നടക്കുന്നത് സ്കൂൾ ടൈമിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ തലമുറയാണ്, ഈ തലമുറയാണ് ഇവർ എഡ്യൂക്കേഷൻ കൊടുക്കാതെ, പഠിപ്പ് കൊടുക്കാതെ, വിദ്യാഭ്യാസം കൊടുക്കാതെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാനും ചില വീഡിയോകൾ മാത്രമാണ്. ഇതിന്റെ 10 ഇരട്ടി വീഡിയോസ് പല സ്കൂളുകളിലും, നോർത്ത് ഇന്ത്യയിലെ പല സ്കൂളുകളിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് കറങ്ങുന്നുണ്ട്. അതിലേറ്റവും പ്രശ്നം, അപകടമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് BJPയുടെ ഫ്ലാഗ്, കൊടി കൊടുത്തുവിടുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ അത് മിസ്സിംഗ് ആണ്. അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാത്തതാവാം. എന്തായിരുന്നാലും ശരി, അങ്ങനെ ഒരു വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്, അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളല്ല. പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. പഠിപ്പിക്കുന്നതിന് പകരം ഇവിടുത്തെ അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തെറ്റാണ്. അവർക്കറിയാം അത് തെറ്റാണെന്ന്. ഈ വീഡിയോ എടുക്കുമ്പോൾ പല സാറുമാരും അതിലെ ടീച്ചേഴ്സും വീഡിയോ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കറിയാം ചെയ്യുന്നത് തെറ്റാണെന്ന്, പക്ഷേ അവർ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അധികാരികൾ അവരോട് ചോദ്യം ചെയ്യില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.